പ്പെട്ട വാർത്ത കൂടി പരിശോധിച്ചു വരാം. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് 10 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ഉള്ളത്. ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, തിരുവനന്തപുരം ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. നാളെ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും വയനാട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ്. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രൊഫഷണൽ കോളേജുകൾക്കുൾപ്പെടെയാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. കെ വി ബൈജുവും ഡാനി പോളുമാണ് നമുക്കൊപ്പം വിശദാംശങ്ങളുമായി ചേരുന്നത്. ആദ്യം ഞാൻ ഡാനി പോളിലേക്ക് പോവുകയാണ്. ഡാനി, വെരി ഗുഡ് മോർണിംഗ്. മഴ ഇങ്ങനെ കനത്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് കൊച്ചിയുടെ ഒരു സാഹചര്യം? ഗുഡ് മോർണിംഗ് ആര്യ. മഴ കനക്കുന്നു. കൊച്ചിയിൽ സാധാരണഗതിയിൽ ഉണ്ടാകുന്ന അതിരൂക്ഷമായ വെള്ളക്കെട്ട്, അത്തരം വിഷയങ്ങൾ സാധാരണഗതിയിൽ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടൊക്കെ ഇതിൽ മഴയ്ക്ക് ഒരു ഇടവേള വരുന്നു എന്നത് വലിയൊരു ആശ്വാസമാണ് കൊച്ചി നഗരത്തിലെ കേന്ദ്രീകരിച്ച് പറയുമ്പോൾ. കാരണം അല്ലെങ്കിൽ വലിയ അതിരൂക്ഷമായ വെള്ളക്കെട്ടിലേക്കെല്ലാം പോകും. ഈ മൺസൂണിൻ്റെ തുടക്കത്തിൽ ഒപ്പം തന്നെ ഇടയ്ക്ക് വന്ന വേനൽ മഴ, ഇതിലെല്ലാം അപ്രതീക്ഷിതമായി ലഭിച്ച വലിയ മഴയിൽ നഗരത്തിലെ പല ഭാഗങ്ങളും കേന്ദ്രീകരിച്ച് വെള്ളക്കെട്ടുകൾ അതിരൂക്ഷമായിട്ടുണ്ടായിരുന്നു. പല വീടുകൾ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന അവസ്ഥ വന്നു. പക്ഷേ ഈ സമയം അത്രയും അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് കൊച്ചി നഗരത്തിൽ വന്നിട്ടില്ല. കാരണം ഒരു ഇടവേളകൾ ഉള്ളത് കൊണ്ട് തന്നെ വെള്ളം ഒഴുകി പോകാനായിട്ട് സമയം കിട്ടുന്നു, സാധിക്കുന്നു. ഒപ്പം തന്നെ ഓപ്പറേഷൻ വാഹിനി എന്ന പേരിൽ നടപ്പാക്കിയ പദ്ധതി, അത് പുഴകൾ കേന്ദ്രീകരിച്ച് അതിൻ്റെ തടസ്സങ്ങൾ നീക്കി ഒഴുക്ക് സുഗമമാക്കുന്ന രീതിയിലായിരുന്നു. അത് വലിയ രീതിയിൽ വിജയം കണ്ടുവന്നതിൻ്റെ ഒരു സൂചനകൾ കൂടിയാണ് ഈ വലിയ വെള്ളക്കെട്ടില്ലാതെ കടന്നു പോക്ക എന്ന് പറയുന്നത്. പക്ഷേ അതേസമയം പെയ്യുന്ന മഴ കാര്യമായിട്ട് തന്നെ ഉണ്ട്. ഇതിൽ അണക്കെട്ടുകൾ തുറന്നതുകൊണ്ട് കൂടുതൽ വെള്ളം, അധിക വെള്ളം പെരിയാറിലേക്ക് എത്തുന്നുണ്ട്. ഭൂതത്താൻ അണക്കെട്ടിൻ്റെയും അതോടൊപ്പം തന്നെ മലങ്കര ഡാമിൻ്റെയും എല്ലാം തന്നെ അണക്കെട്ടുകൾ പൂർണ്ണമായും ഡാം ഷട്ടറുകൾ പൂർണ്ണമായും തുറന്ന അവസ്ഥയിലാണ്. അതുകൊണ്ട് കൂടുതൽ വെള്ളം പെരിയാറിലേക്ക് എത്തുന്നു. ആലുവ പുഴ, ആലുവ പരിസരം കേന്ദ്രീകരിച്ചാണ് പലപ്പോഴും നമ്മളതിനെ അടയാളപ്പെടുത്തുന്നത്. ആലപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. പക്ഷേ അത് ആശങ്കാജനകമാവുന്ന രീതിയിലേക്ക് മാറിയിട്ടില്ല എന്നത് ഒരു ആശ്വാസകരമായ ഒരു വസ്തുതയാണ്. ക്ഷേത്രവും പരിസരമെല്ലാം തന്നെ വെള്ളത്തിൻ്റെ പിടിയിലാണെങ്കിൽ കൂടിയും ആ പരിസര പ്രദേശങ്ങൾ, പ്രത്യേകിച്ച് ഏലൂര് പോലുള്ള മുട്ടാർ മേഖലകളിലെല്ലാം തന്നെയും ഒരു ജാഗ്രതാ നിർദ്ദേശമുണ്ടെങ്കിൽ കൂടിയും അപകടകരമായ അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഒരു ക്യാമ്പ് തുറക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടില്ല. പറവൂർ കുറ്റിക്കാട്ടുകരയിൽ ഒരു ക്യാമ്പ് കഴിഞ്ഞ ദിവസം വെള്ളം ഉയർന്നതിനെ തുടങ്ങിയിരുന്നു. 54 പേർ ആ ക്യാമ്പിലുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ വെള്ളം ഇറങ്ങി. അതുകൊണ്ട് ക്യാമ്പും അടച്ചിട്ടുണ്ട്. ജില്ലയിൽ വിവിധ ഇടങ്ങളിലായിട്ട്, വിവിധ താലൂക്കുകളിലായിട്ട് വീടുകൾ തകർന്നിട്ടുണ്ട്. അത് കനത്ത മഴ മാത്രമല്ല, വലിയ രീതിയിൽ കാറ്റും വീശുന്നു, മരം ഒടിഞ്ഞു വീഴുന്നു. ഇത്തരം സാഹചര്യങ്ങളിലാണ് 71ഓളം വീടുകൾക്കാണ് ഭാഗികമായിട്ട് കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ള. വിവിധ താലൂക്കുകളായിട്ട് 2 വീടുകൾ പൂർണ്ണമായിട്ട് തകർന്നു. നമ്മൾ ഇന്നലെ പള്ളിക്കരയിലെ ദൃശ്യങ്ങൾ കണ്ടതാണ്. പള്ളിക്കരയിൽ വലിയ രീതിയിൽ മണ്ണ് ഇടിഞ്ഞു വീണ് വീട് തകർന്ന അവസ്ഥയുണ്ട്. അപ്പോൾ അത്തരം മേഖലകളിൽ, ഈ മലയോര മേഖലകളിലേക്ക് വരുമ്പോൾ അവിടെ മണ്ണിടിച്ചിൽ ഭീഷണി കാര്യമായിട്ട് തന്നെ നിലനിൽക്കുന്നു. കാരണം മഴ തുടർച്ചയായിട്ടുള്ളൊരു മഴ പെയ്ത്ത് ഉണ്ട്. അതുകൊണ്ട് അവിടെ വെള്ളം ഇറങ്ങുന്നു. കൂടുതൽ മണ്ണിടിയാനുള്ളൊരു സാഹചര്യങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ ഉള്ളൊരു സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശം അടക്കം ഈ മലയോര മേഖലകളിൽ പുറപ്പെടുവിച്ചിട്ടുണ്ട്. തീരദേശ മേഖലകളിലേക്ക് വരുമ്പോൾ ഇത് തിരമാല ഉയരാനുള്ളൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. കൊച്ചിയുടെ, പശ്ചിമ കൊച്ചിയുടെ തീരമേഖലകളിലെല്ലാം തന്നെ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. നമുക്കറിയാം, കടലാക്രമണം രൂക്ഷമായ മേഖലകളുണ്ട്. കണ്ണമാലിയും എടവനക്കാട്, വൈപ്പിൻ മേഖലകൾ പോലുള്ള തീരങ്ങൾ, അവിടെയെല്ലാം തന്നെ അലയിലും അവരുടെ ദുരിതം ഒരു അളവും കുറയാതെ തന്നെ തുടരുകയാണ്. അവിടങ്ങളിൽ കൂടുതൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെയും ഏതെങ്കിലും രീതിയിലൊരു അടിയന്തര സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ നേരിടാനുള്ള ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കാനടക്കമുള്ള പൂർണ്ണ സജ്ജമായ രീതിയിലേക്ക് കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. എന്തായാലും ജാഗ്രത പൊതുവിൽ തന്നെ തുടരുകയാണ്. ഇവിടെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം തന്നെ തുറന്ന് പ്രവർത്തിക്കുന്നു. മറ്റ് ഓരോ നിമിഷവും ജില്ലാ ഭരണകൂടം കാര്യങ്ങൾ വിലയിരുത്തി മുന്നോട്ട് പോവുകയാണ്. ആര്യ. തീർച്ചയായും ഡാനിയാണ് കൊച്ചിയിലെ വിവരങ്ങൾ നൽകിയത്. എന്തായാലും കുറച്ച് സർക്കാസ്റ്റിക് ആയിട്ട് പറഞ്ഞാൽ, ഡാനി സൂചിപ്പിച്ചതുപോലെ തന്നെ മഴ സ്വയം ഒരു ബ്രേക്ക് എടുക്കുന്നത് കൊണ്ട് കൊച്ചിയിലെ നഗരങ്ങളൊന്നും ഇപ്പോൾ വെള്ളക്കെട്ടിലായിട്ടില്ല എന്നുള്ളതാണ് സാഹചര്യം. പക്ഷേ ജില്ലയിലെ പൊതുവായ ഒരു സാഹചര്യം പരിശോധിച്ചാൽ നിരവധി നാശനഷ്ടങ്ങൾ അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. ശക്തമായ കാറ്റടിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഒരുപാട് വീടുകൾ തകർന്ന ഒരു സാഹചര്യമുണ്ട്. മരങ്ങൾ കടപുഴകി വീഴുന്നു, ഗതാഗതം തടസ്സപ്പെടുന്നു, അത്തരത്തിൽ വൈദ്യുതി ലൈനുകൾ പൊട്ടി വീഴുന്ന സാഹചര്യം, അങ്ങനെ ഒരുപാട്
മറ്റ് പ്രശ്നങ്ങൾ അവിടെയുണ്ട്. നമുക്ക് കാസർഗോട്ടേക്ക് കൂടി ഒന്ന് പോകാം. KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, ഗുഡ് മോർണിംഗ്. എന്തായാലും മഴയുടെ ഒരു സാഹചര്യം നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു മഴയ്ക്ക് ഏറ്റവും കൂടുതൽ നാശം നേരിട്ട ഒരു ജില്ല കാസർഗോഡാണ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? എന്താണ് നിലവിലത്തെ ഒരു സാഹചര്യം? തീർച്ചയായും ആര്യ, ഗുഡ് മോർണിംഗ്. വടക്കൻ ജില്ലകളിൽ ഇപ്പോഴും അതിശക്തമായ മഴ തന്നെ തുടരുന്നു എന്നതാണ് ഏറെ ആശങ്കയുണ്ടാക്കുന്നത്. കഴിഞ്ഞ 4 ദിവസങ്ങളിലായി തുടർച്ചയായി പെയ്യുന്ന മഴയിൽ മിക്കയിടങ്ങളും വെള്ളത്തിനടിയിലായിരിക്കുന്നു. മാത്രമല്ല, ജില്ലയിലെ മിക്ക പുഴകളും കരകവിഞ്ഞൊഴുകുന്ന സാഹചര്യമാണ്. പ്രധാനമായും മഞ്ചേശ്വരം, കുമ്പള, മധുവാഹിനി, കാര്യംകൂട് തുടങ്ങിയ പുഴകളെല്ലാം കരകവിഞ്ഞൊഴുകുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത്, ഈ പുഴയുടെ തീരങ്ങളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പുലർത്തണമെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒപ്പം ഈ തീരപ്രദേശങ്ങളിലും സ്ഥിതി വളരെ മോശമാണ്. വലിയ തിരമാലകളാണ്. പല സ്ഥലങ്ങളിലും കടലാക്രമണം രൂക്ഷമാണ്. നിരവധി വീടുകൾ ഇത്തരത്തിൽ അപകടാവസ്ഥയിലാണ്. ഈ പ്രദേശങ്ങളിലുള്ളവർ അടിയന്തരമായി മാറി താമസിക്കണമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം ദുരിതാശ്വാസ ക്യാമ്പുകൾ ഒരുക്കിയിട്ടുണ്ടെങ്കിലും ആരും തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറാൻ തയ്യാറാകുന്നില്ല. പലരും അവരുടെ ബന്ധുവീടുകളിലേക്കാണ് മാറി താമസിക്കുന്നത്. ഏതായാലും അത്തരത്തിൽ മാറി താമസിക്കണമെന്ന് കർശന നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ 4 ദിവസങ്ങളിലായി തുടർച്ചയായി മഴ പെയ്യുന്ന ഒരു സാഹചര്യം. മാത്രമല്ല, നാളെയും മഴ തുടരും. അതിതീവ്ര മഴ ഉണ്ടാകുമെന്ന ഒരു പ്രവചനം തന്നെയാണുള്ളത്. ഏതായാലും ശക്തമായ കാറ്റും അതുപോലെ തന്നെ ഇടിയും മിന്നലിനും സാധ്യതയുണ്ടെന്ന പ്രവചനവും ഉണ്ട്. അതുകൊണ്ട് തന്നെ ജാഗ്രത പുലർത്തണം എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതായാലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്നും അവധി നൽകിയിട്ടില്ല. പ്രധാനമായും ജില്ലാ കളക്ടർ വാർത്താക്കുറിപ്പിലൂടെ പുറത്തിറക്കിയത് പറയുന്നത്, ഈ അധ്യയനം മുടങ്ങുന്നത്, തുടർച്ചയായ ദിവസങ്ങളിൽ അധ്യയനം മുടങ്ങുന്നത് സാധാരണ കുട്ടികളെ വലിയ തോതിൽ അവരുടെ പഠനത്തെ ബാധിക്കും. അതുകൊണ്ട് തന്നെ അടിയന്തര സാഹചര്യം ഉണ്ടായാൽ അതാത് പ്രദേശങ്ങളിൽ അവധി നൽകാം എന്ന ഒരു നീക്കത്തിലാണ് ജില്ലാ ഭരണകൂടം ഉള്ളത്. ഏതായാലും മലയോര മേഖലകളിൽ വലിയ തോതിൽ ഉരുൾപൊട്ടൽ അതുപോലെ തന്നെ മണ്ണിടിച്ചിൽ ഭീഷണി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നിരവധി വീടുകൾ മരങ്ങൾ കടപുഴകി വീണ് തകർന്നിട്ടുണ്ട്. ഏതായാലും ആളപായം ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല കാസർഗോഡ് ജില്ലയിൽ എന്നത് വലിയ ആശ്വാസമാണ്. എങ്കിലും വരും ദിവസങ്ങളിലും നാളെയും ഇത്തരത്തിൽ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ പ്രധാനമായും കാസർഗോഡ് നിരവധി ടൂറിസം കേന്ദ്രങ്ങളുണ്ട്. പ്രത്യേകിച്ച് പള്ളിക്കര ബീച്ച്, അജാനൂർ കൈറ്റ് ബീച്ച്, റാണിപുരം തുടങ്ങിയ പ്രദേശങ്ങൾ, ഈ മേഖലകളിലെല്ലാം തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിലക്ക് തുടരും. കഴിഞ്ഞ 3 ദിവസമായി ഈ മേഖലകൾ അടച്ചിട്ടിട്ടുണ്ട്. അതേ സാഹചര്യം ഇന്നും തുടരും. കാരണം ഈ തീരപ്രദേശങ്ങളിലാണ് മിക്ക വിനോദസഞ്ചാര മേഖലകളുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ കടൽ ആക്രമണം ഭീഷണി ഉള്ളതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിൽ തൽക്കാലം നിയന്ത്രണം തുടരുമെന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം നൽകിയ മുന്നറിയിപ്പ്. അതിനൊപ്പം മംഗളൂരുവിലും അതിശക്തമായ മഴ തന്നെയാണ് തുടരുന്നത്. ഈ കൊങ്കൺ വഴിയുള്ള പല ട്രെയിനുകളും സമയം തെറ്റിയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. പല ട്രെയിനുകളും റദ്ദാക്കുന്ന സാഹചര്യം ഉണ്ട്. ഏതായാലും മണ്ണിടിച്ചിൽ പല സ്ഥലങ്ങളിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ട്രെയിനുകൾ വൈകി ഓടുന്നു. ഈ തീരപ്രദേശങ്ങൾ, അതായത് മംഗളൂരുവിന്റെ തീരപ്രദേശങ്ങളെല്ലാം തന്നെ വലിയ തോതിലുള്ള കടലാക്രമണ ഭീഷണി നേരിടുന്നു. നഗരത്തിൽ പോലും റോഡുകളിൽ വെള്ളം കയറുന്ന സാഹചര്യമാണ്. എന്തായാലും ഏത് അടിയന്തര സാഹചര്യം നേരിടാനും ജില്ലാ ഭരണകൂടം സജ്ജമാണെന്ന് കലക്ടർ അറിയിച്ചിട്ടുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകളും അത്തരത്തിൽ ഒരുക്കിയിട്ടുമുണ്ട്. ആര്യ, തീർച്ചയായും KV ബൈജു ആണ് എന്തായാലും കാസർഗോട്ടെ സാഹചര്യം പറഞ്ഞത്. എന്തായാലും ബൈജു സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപാട് പേര് ചോദിക്കുന്ന കാര്യമാണ്. അതായത് ഈ മഴ ഇങ്ങനെ ശക്തമായി പെയ്യുന്നുണ്ട്, പക്ഷെ എന്തുകൊണ്ടാണ് അവധി തരാത്തത് എന്നുള്ളതാണ്. പക്ഷേ ഈ നിരന്തരമായി ഇങ്ങനെ അവധി തരുന്നത് കുട്ടികളുടെ പഠനത്തെ ബാധിക്കുമെന്നുള്ളതാണ് കാസർഗോഡ് കളക്ടർ പറഞ്ഞത് എന്നുള്ളത് ബൈജു സൂചിപ്പിച്ചു. ഞാൻ ഈ കമന്റ്സ് ഒക്കെ വായിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെയും നമ്മുടെ